ഹലോ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ സിനിമകളൊന്നും കാണക്കല്ലായിരുന്നു. OTT-യിൽ കുറേ സിനിമകൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമകളെ കുറിച്ചുള്ള വിശേഷം മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഇന്ന് തിയേറ്ററിൽ പോയി കുബേര സിനിമ കണ്ടു. കുബേര സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഞാൻ തിയേറ്ററിനെ കുറിച്ച് പറയാം. ഇന്ന് ഞാൻ കാണാൻ പോയ തിയേറ്ററിന്റെ പേര് IMD തിയേറ്റർ പടന്താലുമൂടാണ്. തിയേറ്റർ സീറ്റിംഗ് ക്വാളിറ്റി എല്ലാം വളരെ വേസ്റ്റ് ആയിരുന്നു. സീറ്റിംഗ് ക്വാളിറ്റി വളരെ വേസ്റ്റ് ആയിരുന്നു. ഒരു സ്മെല്ല് അതെല്ലാം ഉണ്ട്. ബട്ട് സൗണ്ട് ക്വാളിറ്റി ആൻഡ് സ്ക്രീൻ ക്വാളിറ്റി ഗുഡ്. ഇനി ഞാൻ സിനിമയിലോട്ട് വരാം. കുബേര സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഫസ്റ്റ് ഹാഫിനെ എടുക്കാം. ഫസ്റ്റ് ഹാഫിൽ ധനുഷ്, നാഗാർജുന ഈ രണ്ടുപേരും ഇങ്ങനെ ഒരു അവരുടെ പെർഫോമൻസിനെ ഇങ്ങനെ കാഴ്ചവെക്കുന്ന ഒരു രംഗങ്ങളായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം ഇവരുടെ പെർഫോമൻസിനായിരുന്നു മുഖ്യത്വം. അതുപോലെ തന്നെ ഇതിലെ വില്ലൻ ക്യാരക്ടർ ഒരു വലിയ ബിഗ്ഗസ്റ്റ് കൺട്രിയിലെ ഏറ്റവും വലിയൊരു പണക്കാരനായിട്ടുള്ള ആൾ. അപ്പോൾ അയാൾക്കൊരു ഒരു സ്കാമിങ് ആണ് സത്യം. ഈ സിനിമ മൊത്തം ഒരു സ്കാമാണ്. അപ്പം ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ കഥ റിവീലാവും. കഥ റിവീലായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കഥയിലോട്ട് പോകുന്നില്ല. അവരുടെ അഭിനയത്തിനെ കുറിച്ച് പറയാം. നാഗാർജുന ആയാലും ധനുഷ് ആയാലും ഏറ്റവും മുതിർന്ന സീനിയർ ആക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ സീനിയർ ആക്ടേഴ്സിന്റെ ആ ലിസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അഭിനയം എപ്പോഴും മികച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ധനുഷിന്റെ അഭിനയവും അതുപോലെ തന്നെ നാഗാർജുനയുടെ അഭിനയവും വളരെ മികച്ചതായിരുന്നു. അവരെ ആ പെർഫോമൻസ് ലെവൽ ഫസ്റ്റ് ഹാഫിൽ അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഈ കഥ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതും വളരെ വളരെ നല്ല രീതിയിൽ പെർഫോം വൈസ് വളരെ നല്ല രീതിയിലായിരുന്നു. പിന്നെ ഗെറ്റപ്പ് ചേഞ്ച്, അതായത് ധനുഷിന് രണ്ട് ഗെറ്റപ്പാണ് ഉള്ളത്. ഒന്ന് ഒരു റിച്ച് ആയിട്ടുള്ള ഗെറ്റപ്പും ഒന്ന് വന്നിട്ട് പിച്ചക്കാരനായിട്ടുള്ള ഗെറ്റപ്പും. അതിൽ പിച്ചക്കാരനായിട്ടുള്ള ഗെറ്റപ്പ് വളരെ ആ ഒരു കറക്റ്റ് പിച്ചക്കാരന്റെ ലുക്കും അതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് ക്യാരക്ടറേഷനും അത് കറക്റ്റായിട്ട് ആ ക്യാരക്ടറിനെ കറക്റ്റായിട്ട് ആ കഥേനെ ഇങ്ങനെ അവസാനം വരെ ആ ഒരു ലാസ്റ്റ് വരെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോകാൻ സാധിച്ചു. അതിന് ഒരു കൺഗ്രാറ്റ്സ്. പിന്നെ ഇതിലേക്ക് ആ വില്ലനെ ക്ലിയർ ആയിട്ട് വില്ലന്റെ പേരറിയില്ല. ബട്ട് വില്ലനാണ് അവസാനമാണ് വില്ലനും ഹീറോയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതുവരെ വില്ലൻ ഹീറോയെ കാണുന്നില്ല. വില്ലനും ഹീറോയും തമ്മിലൊരു കോമ്പിനേഷൻ സീൻസ് ഇല്ല. അതിനിടയിൽ ഒരു സീൻ ഉണ്ട്. ബട്ട് ആ സീൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു എക്സ്പ്ലോർ ആയി പോകും. കഥ എക്സ്പ്ലോർ ആയി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ ഇതിൽ സെക്കൻഡ് ഹാഫിലോട്ട് പറയാം. സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞാൽ സിനിമ സ്ലോ ആണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ സ്ലോ ആണ്. ആ കഥ അതായത് ഫസ്റ്റ് ഹാഫിൽ എന്താണോ അത് കാണിച്ചത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ കഥ ഇങ്ങനെ സ്ലോ ആയിട്ട് പതുക്കെ മൂവ്മെന്റ് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ രശ്മിക മന്ദാന അതിലേക്ക് കുറച്ചുകൂടി രശ്മിക മന്ദാന എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിക്കുന്നത് രശ്മിക മന്ദാനയും ഈ ധനുഷും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് അങ്ങനെ കുറെ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ കുറച്ച് ലാഗ് വരും എന്ന് പറയുന്നില്ല. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എങ്ങനെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രൈവറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിലെ ആ 2 മിനിറ്റ്, അതായത് ഹീറോ വില്ലനെ സ്ട്രൈറ്റ് കാണുന്ന ആ ഒരു 2 മിനിറ്റ്സ്, ആ 2 മിനിറ്റ്സ് ആയിരുന്നു ഈ സിനിമയിലെ ഏറ്റവും കണ്ടക ശനി പിടിച്ചതെന്ന് ഞാൻ പറയുന്നു. കാരണം ഈ സിനിമയിൽ എനിക്ക് ഒട്ടും കണക്ട് ആവാത്തത് ക്ലൈമാക്സിലെ ആ 2 മിനിറ്റത്തെ പെർഫോമൻസ് ആണ്. അത് ധനുഷിന്റെ പെർഫോമൻസ് ആയാലും ശരി തന്നെ, വില്ലന്റെ പെർഫോമൻസ് ആയാലും ശരി, രശ്മിക മന്ദാനയുടെ പെർഫോമൻസ് ആയാലും ശരി, ഈ 3 പേരും കൂടെ വളരെയധികം വെറുപ്പിച്ച് അവസാനത്തെ 2 മിനിറ്റത്തെ സീൻസ്, ആ 2 മിനിറ്റത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പ്ലോർ. അതുകൊണ്ട് ഞാൻ അതും പറയുന്നില്ല. അപ്പോൾ ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നാഗാർജുനയ്ക്ക് വേണ്ടി ഈ സിനിമ കാണുക. കാരണം പെർഫോമൻസ് വേറെ ലെവലാണ്. ധനുഷിന്റെ പെർഫോമൻസ് അതിഗംഭീരം. രശ്മിക മന്ദാന ഈ സിനിമയിൽ അങ്ങനെ ക്രിഞ്ച് സീൻസ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് രശ്മിക മന്ദാന പെർഫോമൻസും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഇരുന്ന് തിയേറ്റർ വാച്ചായി കാണാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ സിനിമ മിസ്സാക്കരുത്. തിയേറ്ററിൽ പോയി കാണുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.